ഇത് പോറാണ്ടില്ല. കത്തിങ്ങടുത്തേ കോഴിക്കട ശനിയാഴ്ച ഉണ്ടയുണ്ടാക്കുന്ന പേരില്ലേ അവൻ 6 കടകളിൽ നിന്നായിട്ട് 9 കിലോ ശർക്കര മേടിച്ചു. പക്ഷെ പരിപാടി നടന്നില്ല. അവന്റെ പെണ്ണ് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇരിക്കണ്ടാവാൻ എവിടുന്ന വിളിക്കണത്? ആ മരുന്നിന്റെ കേസ് പറഞ്ഞല്ലേ? ഒരു വിശേഷ ദിവസമല്ലേ സാറേ, ഒന്ന് വിട്ടൂടെ? ഉസ്മാനെ, പട്ടാപ്പകല് കള്ളവാറ്റ് ഇത്തിരി കൂടി പോകുമ്പോഴാണോ? ദോഷം പറയല്ലേ, വാറ്റാനൊന്നും പറ്റിയിട്ടില്ല. ആ, തൽക്കാലം നീ അവിടെ കിടക്ക. ഇതേതാ പുതിയ ഐറ്റം? വലിയ വെച്ചിക്ക് ചക്ക ഇടുന്ന പേരില് സൈക്കിൾ എടുത്ത് അവരെ കറക്കണം. അതും പറഞ്ഞിട്ട് ചക്ക വെട്ടി വിതരണം. ആഹാ, ഒരു ചക്കയിടത് സാറേ. ആ, അപ്പൊ ഇവനാണല്ലോ കക്ഷി. നിരീക്ഷണത്തിരിക്കണ യൂസഫിന്റെ വീടിന്റെ പരിസരത്തൂടെ കറങ്ങി നടക്കണവൻ ഇല്ലടാ. അത് ഞാനല്ല സാറേ, ഞാൻ സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാനില്ല. കൊറോണയും നീ ഉദ്ദേശിച്ച ആളല്ല. ഒരു പേരും പറഞ്ഞ സാറേ, എന്റെ പൊന്നു സാറേ, ഞാൻ കാര്യം പറയട്ടെ, ഒന്ന് കേക്ക്. സാറേ, ഒരു ചക്കയുടെ അത്ര വലിയ തെറ്റാണ് സാറ് പറയാം. ചക്ക ഒരു തെറ്റല്ല, പക്ഷെ ഈ സമയത്ത് നീ ചെയ്തത് തെറ്റാണ്. പ്രിയ, ഇന്നെന്തായിരുന്നു കറി? ചക്കക്കുരു മാങ്ങിയ സർ. ചക്കയാണ്. മിക്ക നാട്ടുമൃഗങ്ങളിൽ ഇപ്പോ ചക്കയാണ് പ്രധാന വിഭവം. നീയെ അടിയന്തരാവസ്ഥ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ അവസ്ഥ അതിലും ഭയാനകമാണ് സണ്ണിച്ച. ദിവസേന പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭയാനകമായ വൈറസിനെ ഞാനും സണ്ണിച്ചിനും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ അടിയന്തരാവസ്ഥ. സാറേ, ഞങ്ങളുടെ അവിടെ ഇതുവരെ കൊറോണ ഒന്നില്ലേ. അത് നിനക്കാണോ അവിടെ അറിയാ? സാറേ, റിട്ടയർഡ് മോശം വട്ടപ്പറമ്പിൽ ചന്ദ്രൻ. സാറേ, ഇയാളുടെ മകൻ സുരേന്ദ്രൻ ഈ അടുത്ത് ഖത്തറിൽ നിന്ന് എത്തിയേ ഉള്ളൂ. ഹോം ഐസൊലേഷൻ 9 ദിവസമായിട്ടുള്ളൂ. സാറേ, ഞാൻ സുരേഷിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. ഞാൻ അടുക്കള പുറത്ത് പോയി കത്തി മേടിച്ചു, നേരെ പ്ലാവേക്കൊരു ചക്കിട്ടു. ഞാൻ എൻ്റെ കാര്യം നോക്കി പോയി. ഇതിനാണ് സാറുമാർ വെറുതെ. ചിലപ്പോ സണ്ണിച്ചൻ പറഞ്ഞായിരിക്കും ശരി. ഈ സണ്ണിച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. പോലീസ് കാണുന്നതിന്റെ മറുവശമാണ്. അതല്ലാതെ ചക്ക കൊലകുറ്റാണെന്നൊന്നും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല.